നീ എപ്പോഴാ വന്ന? ഈ പെണ്ണിന് ഇത് എന്നാ പറ്റിയത്? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇതാണോ PG ഫസ്റ്റ് ഇയർ? PG ഫസ്റ്റ് ഇയർ. എന്റെ പേരെന്താ? എന്റെ പേര് ശിവ. തന്റെ പേരെന്താ? എന്റെ പേര് ശ്രേയ. ഞാൻ അമേരിക്കന്നാ വരുന്നേ. അതിന് ഞാൻ എവിടുന്നാ വരുന്നേന്നും ചോദിച്ചില്ലല്ലോ. അതില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. തന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്താണോ? കുറച്ച് പോണം. എന്താ? അതിന് താനെന്തിനാ ചൂടാവുന്നേ? ഞാനിവിടെ അടുത്താണോന്നൊക്കെ ചോദിച്ചുള്ളൂ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പൊ എല്ലാവരും ഇരിക്കും. അപ്പോൾ ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ട്യൂട്ടർ. നിങ്ങൾക്കറിയായിരിക്കും, അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ മിക്കവരെയും ഞാൻ കണ്ടതാണ്. കുറച്ച് പേരൊന്നും കണ്ടില്ല. അപ്പൊ ഇന്ന് നമുക്കങ്ങനെ പഠിപ്പിക്കലും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളിപ്പോ വന്നിട്ട് അരമണിക്കൂറേ ആയിട്ടുള്ളൂ, അതെനിക്കറിയാം. എന്നാലും പരസ്പരമൊക്കെ ഒന്ന് നോക്കിയിട്ടോ സംസാരിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്തോ. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നാളെ തൊട്ട് ക്ലാസ് കൊടുക്കും. കാരണം PG ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഗ്രി പോലെ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ നിങ്ങള് PG എടുത്ത് വെറുതെ വന്നിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കോഴ്സൊക്കെ വേണ്ടാന്ന് വെച്ച് പോകുന്നതായിരിക്കും നല്ലത്. വെറുതെ ഇവിടെ നിന്ന് ഒരു വർഷം കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങക്ക് വീട്ടിൽ പോണവർക്ക് പോവാം, ഇല്ലെങ്കിൽ കോളേജ് ചുറ്റി കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതേപോലെ ചെയ്യാം. ഓക്കെ. ഞാനില്ല, നീ പൊക്കോ. ശിവ, ഒന്ന് നിന്ന്. എന്താ നിക്കാൻ പറഞ്ഞത്? നിന്റെ മുഖത്ത് എന്താ കടന്നൽ കുത്തിയോ? എന്താ മോന്ത ഇങ്ങനെ ഇരിക്കണേ? കുറെ നേരമായല്ലോ. ക്ലാസ്സിൽ വന്നപ്പോ ഒരു മിണ്ടാട്ടുമല്ലോ. എന്തു പറ്റി? എന്റെ മോന്തയ്ക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ഞാൻ വീട്ടിൽ പോവാം. മാറിക്കോ, എനിക്ക് പോണം. അപ്പോ നീ വൈകിട്ട് എന്റെ കൂടെ അല്ലേ വരുന്നേ? എന്താ പറഞ്ഞു? എന്താ പറഞ്ഞെന്ന് പറ. അല്ല, ഇനിയിപ്പൊ നീ വരണ്ട. നീ എന്തായാലും വീട്ടിൽ പോകണല്ലോ. ഞാൻ പൂജേനെ കൂട്ടി പൊക്കോളാം. അവളെ ആണെങ്കിൽ ഹോസ്റ്റലിലാക്കണം പറയണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവളെ കൊണ്ട് പൊക്കോളാം. നീ വീട്ടിൽ പൊക്കോ. ശരി എന്നാ, ബൈ. ആര് പറഞ്ഞു ഞാൻ വീട്ടിൽ പോവാന്ന്? ഞാൻ വീട്ടിലൊന്നും പോകുന്നില്ല. ഞാൻ ആദ്യമായിട്ടുള്ള കൂടെ വരുന്നത്. അപ്പൊ നീ ഉച്ചത്തെ ഫുഡ് എങ്ങനെ കഴിക്കും? വാ, അമ്മ ഫുഡ് തന്നിട്ടുണ്ട്, അതിന് കഴിക്കാം. പക്ഷെ ആദ്യമായിട്ടാ ഞാനിങ്ങനെ സ്റ്റാഫ് റൂമിൽ വന്നിരുന്ന് കഴിക്കുക. എല്ലാ ടീച്ചേഴ്സും ഒക്കെ അവിടെ ഇല്ലേ? അവരെന്തെങ്കിലും പറയില്ലേ നമ്മളെ പറ്റി? ഞാൻ ടീച്ചർ ഫുഡില്ലാന്ന് പറഞ്ഞപ്പോ നിനക്ക് കുറച്ച് ഫുഡ് നിന്ന് സഹായിക്കുന്നു, അത്രേ ഉള്ളൂ. അതിന് ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡന്റ് മാത്രമൊന്നും അല്ലല്ലോ. പിന്നെ ഫുഡ് വേണമെങ്കിൽ മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നു. ഇവിടെ നിന്ന് കൊഞ്ചി കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോണില്ല. ഞാൻ വരുക. ആദ്യമായിട്ട് നടന്നു. സച്ചും അവരൊക്കെ എവിടെ? അവർക്കിപ്പോ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ നേരത്തെ വിട്ടതല്ലേ. നാളെ തൊട്ട് നിങ്ങൾ നേരത്തെ വിടില്ല. പക്ഷെ ഇന്നിപ്പോ ആദ്യത്തെ ദിവസമല്ലേ ഇടി. അവരിപ്പോ ക്ലാസ് എടുക്കും. 12:30 ആകുമ്പോ ബ്രേക്ക് ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ പോയി കാണാം. വന്നെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. വേഗം ഫുഡ് കഴിച്ചിട്ട് വേണം വേറെ പരിപാടി നോക്കാൻ. എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ആ പൂജ നമ്മുടെ ക്ലാസ്സിലാണല്ലേ? അതെ, അവള് നിന്റെ ക്ലാസ്സിൽ തന്നെയാ. അപ്പൊ
വേറൊരു കൊച്ചിലെ ആദ്യമായിട്ടാ നമ്മുടെ ക്ലാസ്സിൽ ശ്രേയാന്ന് പറഞ്ഞിട്ട് അതും അമേരിക്കന്ന് വന്നതാ. ഈ ശ്രേയയും പൂജയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവര് തമ്മില് വേറെ ബന്ധമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് ഫ്രണ്ട്സ് ഒന്നും അല്ലാടി. എന്താ നീ അങ്ങനെ ചോദിച്ച? മാഡം ഒന്ന് അങ്ങോട്ട് നടക്കാവോ? എന്തോരം നേരായി ഡൗട്ടും പറച്ചിലും ഒക്കെ ആയിട്ട്. നടക്കാൻ അങ്ങോട്ട്. ആദ്യം എത്ര വിശപ്പ്? 12 ആയുള്ളൂ. 12 ഫുഡ് കഴിക്കാം. എന്തൊരു വിശപ്പായത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ഉണ്ടാക്കി വരും. എന്നത് കല്യാണോ? ആരുടെ കല്യാണം? അല്ല, നമ്മുടെ കല്യാണം കഴിയുമ്പോ ആദ്യം ഫുഡ് ഉണ്ടാക്കി തരുന്നത് ഞാനല്ലേ. ഇപ്പോഴും ഞാൻ ഉണ്ടാക്കി തരാറുണ്ടെങ്കിലും കല്യാണം കഴിയുമ്പോ ഫുൾ ഉത്തരവാദിത്തം എനിക്കല്ലേ. അപ്പൊ ഞാനതൊക്കെ ഉണ്ടാക്കി തരണ്ടേ. ഇങ്ങനെ പോയ എന്റെ അടുക്കളയിലുള്ള ജീവിതം തന്നെയാണ് ജീവിതം. അതിന് നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നേന്ന് ആരാ പറഞ്ഞു? ആദ്യമായിട്ടാ? ആദ്യമായിട്ട് ചുമ്മാ കളിക്കല്ലേ. എനിക്കറിയാം ആദ്യമായിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാരും മുമ്പിൽ വെച്ച് സമ്മതിക്കാൻ കുറച്ച് മടിയുണ്ടെന്ന് എനിക്കറിയാം. അത് കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ് സമ്മതിച്ചാലും മതി. ഞാൻ വെയിറ്റ് ചെയ്യാം. എടി പെണ്ണെ, എനിക്ക് നിന്നോട് അങ്ങനെയൊന്നും ഇല്ലടി. നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നു? എനിക്ക് നിന്നോട് അങ്ങനെ ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം ഇതുവരെ തോന്നിയിട്ടില്ല. ആദ്യമായിട്ടാ അങ്ങനെ പറയാതെ. ഞാൻ ഇങ്ങനെ വന്നില്ലേ, നീ കോളേജിൽ തന്നെ ഞാനില്ലേ. അപ്പൊ പിന്നെ നമുക്ക് ശ്രമിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടും. ആ ഒരു സമയത്ത് ആദ്യമായിട്ട് എന്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞാൽ മതി. ഇതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പോവാ. വേണമെങ്കിൽ വാ, ഫുഡ് വേണമെങ്കിൽ ഇങ്ങോട്ട് വാ. സാർ, ഞാൻ എന്തോരു നേരായി അവിടെ വെയിറ്റ് ചെയ്യുന്നു. സാർ ഇത് എവിടെയായിരുന്നു? ഞാനത് എൻ്റെ ഒരു കസിനെ വിളിക്കാൻ പോയതാ മിസ്. അത് ആള് വൈകിട്ട് എൻ്റെ കൂടെ തന്നെയാ വരുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ പോയതാ. എന്നിട്ട് ആളെവിടെ? ആഹാ, ഇതേ വന്നല്ലോ. മോളുടെ പേരെന്താ? എന്റെ പേര് ശിവ. മിസ്സിന്റെ പേരെന്താ? എൻ്റെ പേര് ജിസ്ന. സാർ എന്താ അങ്ങോട്ട് ഇരിക്കുന്നത്? ഇവിടെ വന്നിരിക്കേ. ഇവിടെയല്ലേ എന്നും ഇരിക്കാറ് എൻ്റെ അടുത്ത്. അത് പിന്നെ മിസ്, ഞാൻ കോളേജിൽ വന്ന് വളയ്ക്കാന്ന് വിചാരിച്ചപ്പോ ഇവിടെ കുറെ എണ്ണങ്ങൾ. എനിക്ക് വയ്യ. സാർ എന്താ സാറേ അങ്ങോട്ട് നിൽക്കുന്നേ? ഇവിടെ വന്ന് ഇരിക്കേ. സാർ എന്നും ഇവിടെ ഇരുന്നല്ലേ കഴിക്കാറ്? സാർ ഇത് കഴിച്ചു നോക്ക്. ഇത് നല്ല ടേസ്റ്റാ. ഇതെങ്ങനെയുണ്ടെന്ന് പറ, ഞാൻ ഉണ്ടാക്കിയതാ. മിസ്, ഞാൻ കഴിച്ചോളാം. അവിടെ വെച്ചോ, ഞാൻ എടുത്ത് കഴിച്ചോളാം. ഈ സാറിന് ഇത് എന്താ പറ്റിയത്? വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലെങ്കിൽ ഞാൻ എടുത്തു തരുന്ന ഫുഡല്ലേ ആദ്യ സാറ് കഴിക്കാറ്. ഇതിപ്പോൾ വായിൽ വെച്ച് തന്നാലും പ്രശ്നം, ഇവിടെ ഇരിക്കാൻ പറഞ്ഞാലും പ്രശ്നം. ഇതെന്നാ പറ്റി? ഒന്നും പറ്റിയില്ല മിസ്. എന്ത് പറ്റാ? എനിക്കൊന്നും പറ്റിയില്ല മിസ്. അതവിടെ വെച്ചോ, ഞാൻ എടുത്ത് കഴിച്ചോളാം. കഴിക്കുന്നില്ലേ കഴിക്കണ്ട സാറേ. എന്നാൽ ഈ ഡ്രിങ്ക് ഒന്ന് കുടിച്ചു നോക്ക്. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തതാ. എന്തോ ഒരു ലെമണിൻ്റെ ഫ്ലേവർ വെച്ച് യൂട്യൂബിൽ കണ്ടൊക്കെ പ്രിപ്പയർ ചെയ്തതാ. ഒന്ന് കുടിച്ചു നോക്ക്. ഈ പെണ്ണുമ്പളൊക്കെ എന്താ ഈശ്വര വട്ടാണ്. അങ്ങനത്തെ വായെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എന്റെ ഭഗവാനെ, എനിക്ക് കൺട്രോള് തരണേ. ഇതൊന്നും കൺട്രോൾ നോക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇതിനും വേണം എന്റെ കോളേജായിരുന്നു. ഇതിന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ട് കിട്ടിയിരുന്ന് കൊണ്ടുവന്നത്? ഈശ്വര. അല്ല, നീ ഇത് എവിടെ പോവാ? ഇവിടെ ഇരിക്കേ. ഇത് മൊത്തം കഴിച്ചു കഴിഞ്ഞില്ലല്ലോ. എടി പെണ്ണെ, എന്താ പ്രശ്നം? അത് മൊത്തം കഴിച്ചിട്ട് പോവാ. എന്തിനാ ഫുഡ് വേസ്റ്റ് ആക്കുന്നേ? എനിക്കത് മതി, ഞാൻ പോവാ. മിസ്സേ, ഞാനിപ്പോ വരാവേ. വേഗം വരണേ സാറേ. എന്റെ പ്രശ്നമാണോ? നീ എന്തിനിപ്പോ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വന്നത്? എന്താ പെണ്ണെ, നിനക്കത് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോയാ പോരെ? എനിക്ക് നമ്മുടെ ഫ്ലോട്ടിനും ആ പെണ്ണുപിള്ളയുടെ ഫ്ലോട്ടിനൊന്നും കണ്ടെത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാം. ഫ്ലേട്ടിങ്ങാ? നീ എന്തൊക്കെയാ പെണ്ണെ പറയുന്നത്? അത് മിസ്സാണ്. എന്നേക്കാ മൂത്തതാ പെണ്ണ്.
ഇതെന്താ ആ പെണ്ണിന്റെ ഇളക്കം നിങ്ങളെ കാണുമ്പോ? ഇത് ആദ്യമായിട്ടാ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള ഒറ്റ കാരണത്തല്ല ഞാൻ ഈ കോളേജിലോട്ട് വന്നത്. അത് നിങ്ങൾക്കറിയാലോ. എന്നിട്ടും നിങ്ങൾ എന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് ദേഷ്യം വരത്തില്ലേ? ഞാൻ നിന്നെ നിർബന്ധിച്ചിട്ടില്ല ഈ കോളേജിലോട്ട് വരാൻ. നീ നിന്റെ ഇഷ്ടത്തിന് വന്നാന്നാ പറഞ്ഞത്. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. നീ വേണമെങ്കിൽ പൊക്കോ. ഏയ് ശിവ, നീ ഇവിടെ? രാഹുലേട്ടാ, രാഹുലേട്ടൻ ഈശ്വരാ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല രാഹുലേട്ടൻ ഇവിടെ പഠിക്കുന്നത്. എന്താ ഇവിടെ? എടി നീ എന്താണ് പെണ്ണെ ഇവിടെ? നീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞോ? എന്റെ പൊന്നെ, സുന്ദരിയായിട്ടുണ്ട് നീ. പാടില്ല. എന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ സുന്ദരി എന്നൊക്കെ വിളിക്കുന്നത്. എന്നാലും രാഹുലിനെ കണ്ടതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ കോളേജിൽ വന്നിട്ട്. അയ്യോ, എനിക്കിവിടെ ആരും കൂട്ടില്ലായിരുന്നു. ആകെ ഒരു സത്യം. പക്ഷേ ഇന്നിപ്പോ അവനൊന്ന് ക്ലാസ് ഉണ്ട്. ഞങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞല്ലോ. ഞാൻ PG ഫസ്റ്റ് ഇയർ അല്ലേ. എന്നെ വേഗം വാ. ആ ചേച്ചി ഒറ്റയ്ക്കായിരിക്കും. ചേച്ചിയെടുത്ത് വേഗം പോവാം. നമുക്ക് പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഒന്ന് അടർന്ന പെണ്ണെ, അങ്ങോട്ട് തന്നെയല്ലേ പോണത്. ഒരു മിനിറ്റ്, ആരാടി ശിവച്ചെടുത്ത് വർത്താനം പറയുന്ന? അതാ രാവിലേട്ടനല്ലേ, PG സെക്കൻഡ് ഇയർ. അവര് ഡിഗ്രി ചെയ്ത് ഒരേ കോളേജിലാന്ന് പറയണ കേക്കാം. ആദ്യം ഇതൊന്നും ഇഷ്ടല്ലടി. നമുക്ക് ഈ പ്ലാൻ വെച്ചിട്ട് ഒന്ന് കളിച്ചു നോക്കിയാലോ? എന്തെങ്കിലും വർക്കൗട്ട് ആയാലോ? ഇവിടെ നോക്കട്ടെ, നാളെ നോക്കട്ടെ. എടേ, അങ്ങോട്ടൊന്ന് നോക്കിക്ക്. ഒരാൾ അവിടെ നിന്നെല്ലാം കാണുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇഷ്ടമാണ്. സ്നേഹമുള്ളടത്തല്ലേ ജലസുണ്ടാവൂ, അല്ലേടാ? ശിവ, ഞാൻ വീട്ടിലോട്ട് പോകുന്നുണ്ട്. നീ വരുന്നുണ്ടോ? ഞാനിപ്പോ വരുന്നില്ല, നിങ്ങള് നോക്കൂ. പിന്നെ നീ എന്താന്ന് വെച്ചിട്ടാ പറയുന്നേ? ഇതിവിടുത്തെ സാറാ, അല്ലാണ്ട് സ്റ്റുഡന്റ് ഒന്നും അല്ല. അയ്യേ, രാവിലെ നിങ്ങൾ പേടിക്കാതെ. ഇങ്ങനെ എനിക്കറിയാം, ഒന്നുമില്ലെന്നേ. എന്റെ മുന്നിൽ ചെറിയൊരു പുഴു പോലെ അങ്ങേര്. എനിക്ക് അങ്ങേര് പുച്ഛ. നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയാ, എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, നിങ്ങൾ പൊക്കോ. ഞാൻ രാഹുലേന്റെ ഇടയിൽ വരുന്നുള്ളൂ. രാഹുലേട്ടൻ ബൈക്കിലാണ് വന്നത്. രാഹുലിന്റെ ക്ലാസ്സില്ലേ ഇന്നോ? ഉണ്ട് സർ, ഉച്ചവഴി ക്ലാസ് ഉണ്ടോ? എന്നാ പിന്നെ പൊക്കൂടെ, എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങുന്നേ? പോവല്ലേ, എന്നെ കൊണ്ടാക്കിട്ട് പോ. സോറി സുന്ദരിക്കുട്ടി, എനിക്ക് അറ്റൻഡൻസ് തീരെ കുറവാ. ഇന്ന് കയറിയില്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. അടുത്ത പ്രാവശ്യം നോക്കാട്ടോ. ഇന്നിപ്പോ നീ ബസ്സിനങ്ങനെ പോ. അടുത്ത ദിവസം ഞാൻ കൊണ്ടുപോവാ. ഓക്കെ? ഒന്ന് ചിരിക്കരുത് പെണ്ണേ. ഞാൻ ഒരു പ്രാവശ്യം കൂടി ചോദിക്കാം, നീ വരുന്നുണ്ടോ ഇല്ലയോ? എന്റെ കയ്യിലുള്ള ഓപ്ഷൻ ഒക്കെ തട്ടി തെറിപ്പിച്ചിട്ട് അവസാനം ഒരു ഓപ്ഷൻ പിടിച്ച് നിൽക്കാം. ഇതല്ലാതെ പിന്നെ എനിക്ക് വേറെ എന്താ വഴി? ഞാൻ വരാം. കേറുക. കേറുവാ. ശിവ, നിനക്ക് രാഹുലായിട്ട് എന്താ ബന്ധം? രാഹുലേട്ടൻ ഇങ്ങേർക്ക് ചെറുതായിട്ട്
ജലസ് അടിച്ചു തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ, രാഹുലേട്ടനെ എന്നെ ഭയങ്കര ഇഷ്ടം. കോളേജിൽ വെച്ച് എന്നോട് ക്രഷ് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. എനിക്കാണെങ്കിൽ രാഹുലേട്ടനെ അത്രയ്ക്ക് ഇഷ്ടം. ആദ്യമായിട്ട് കണ്ടില്ലേ എന്നെ സുന്ദരി എന്നല്ലാതെ വെളുപ്പിട്ടില്ല. ആദ്യമായിട്ടാ എന്ത് പറ്റി മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഞാൻ രാഹുലേട്ടനോട് മിണ്ടിയതുകൊണ്ടാണ് ഇങ്ങനെ മോന്തി വെറുപ്പിച്ചിരിക്കുന്നത്. നീ ആരോട് മിണ്ടിയാലും എനിക്കെന്താ? എനിക്കങ്ങനെയൊന്നുമില്ല. നീ ചെല്ലോ. ആദ്യത്തെ പേടിക്കുന്ന രാഹുലേട്ടൻ എന്റെ ചേട്ടനെ പോലെ അല്ലാത്ത ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, എനിക്ക് ആദ്യമായിട്ട് നേരിട്ടുള്ളവര്. അതിന് എനിക്ക് ആദ്യട്ടാ ഇനി നാളെ ഒന്ന് പിക്കാൻ വരണം കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ടാക്കും ഈ സ്ഥലത്ത്. ഇനി ഞാൻ വീട്ടിൽ വരണോ? ആദ്യത്തെ എന്താന്ന് വെച്ച് തീരുമാനിച്ചു. പെണ്ണെന്തേ ചെയ്തത്? ഒരു നാണല്ലേ?